പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് റെഡ്മി ഒരു പുതിയ ഫോൺ കൂടി ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതായത് റെഡ്മി നേരത്തെ ചൈനയിൽ റെഡ്മി നോട്ട് 9 4G എന്നൊരു ഫോൺ അവർ അവതരിപ്പിച്ചതായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് അവർ ആ ഫോൺ തന്നെ സ്പെക്കിലും പേരിലും ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് റെഡ്മി 9 പവർ എന്ന പേരിൽ അവർ ആ ഫോൺ ഇന്ന് അവതരിപ്പിച്ചു. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഫോൺ അതായത് റെഡ്മി 9 പവറിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ പ്രൈസിൽ ഇതൊരു മികച്ച ചോയ്സ് ആണോ, ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലോട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് 6.53 ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.53 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് 19.5:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഈ റെഡ്മി 9 പവറിൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ റീഡിംഗ് മോഡ് 2.0, അതിനു പുറമെ നമുക്ക് TUV റെയിലൻ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെഡ്മി 9 പവർ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല പെർഫോമൻസ് തന്നെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നോർമൽ യൂസിൽ നമുക്ക് കാര്യമായ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. അതിന് പുറമെ നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 2.2 ആണ് സ്റ്റോറേജ് ടൈം ലഭിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6000 mAh ഒരു കൂടിയ ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ബോക്സിലാണെങ്കിൽ 22.5 വോട്ടിന്റെ ഫാസ്റ്റ് ചാർജാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനോടൊപ്പം നമുക്ക് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ റെഡ്മി 9 പവറിൽ ഫ്രണ്ടിൽ ലഭിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റെഡ്മി 9 പവറിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് IR ബ്ലാസ്റ്റർ, ഫേസ് അൺലോക്ക്, 3.5 ഹെഡ്ഫോൺ ജാക്ക് അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 10,999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 11,999 രൂപയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റെഡ്മി 9 പവർ എന്ന് പറയുന്നത് വളരെ മികച്ചതായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഈ പ്രൈസ് അതായത് ഈ 11,000-12,000 രൂപ പ്രൈസ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് കൂടിയ ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരുപാട് ഫോണുകൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. എന്നാൽ ആ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് അവിടെ ലഭിക്കാറില്ല. എന്നാൽ നമുക്ക് ഈ റെഡ്മി 9 പവറിൽ നമുക്ക് കൂടിയൊരു ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. അതായത് 14 മെഗാ പിക്സൽ റിയർ ക്യാമറ അടക്കം ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്നത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ പ്രോസസർ തന്നെയാണ്. അതിനോടൊപ്പം നമുക്ക് ബാറ്ററിയിൽ നമുക്ക് ഇവിടെ 6000 mAh ബാറ്ററിയും അതിനോടൊപ്പം നമുക്ക് ഒരു കൂടിയ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ റെഡ്മി 9 പവർ എന്ന് പറയുന്നത് ഈ 12,000-11,000 പ്രൈസ് സെഗ്മെന്റിൽ ഒരു നല്ല ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ഈ ഫോൺ അതായത് റെഡ്മി 9 പവർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്ഷൻ തന്നെയാണോ, അതോ ഈ ഫോണിന്റെ പ്രൈസ് 1000 രൂപ കൂടി കുറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ഇതെന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.